എൻ്റെ പേര് നികേഷ് എന്നാണ്. കോടയിൽ സ്വദേശിയാണ്. എൻ്റെ തൊഴിൽ ആർട്ടിസ്റ്റ് വർക്കാണ്, പിന്നെ ഓട്ടോ ഡ്രൈവറും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ശില്പം ഉണ്ടാക്കാനായിട്ടുള്ളൊരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിരപ്പള്ളി വനത്തിൽ ഒരു ആനയെ മുറിവേറ്റ് കാണാനിടയായിട്ടുണ്ടായിരുന്നു. ആ ആനയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ആനയ്ക്ക് മയക്കുപിടി വെച്ച് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന രംഗവും, അതോടൊപ്പം തന്നെ ഏഴാറ്റുമുഖം ഗണപതി എന്നൊരു ആന ഈ മുറിവേറ്റ ആനയെ ചേർത്ത് പിടിച്ച് അതിനെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ അതിനെ കൂടെ നിന്ന് നിലകൊണ്ട്, അതോടൊപ്പം തന്നെ മയങ്ങി വീഴാൻ പോയപ്പോൾ തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു രംഗം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. അപ്പോൾ അത്തരത്തിലൊരു രംഗം മനസ്സിൽ വളരെയധികം വേദനിപ്പിക്കുന്നതും, അതോടൊപ്പം തന്നെ സൗഹൃദത്തിൻ്റെ വലിയൊരു കഥ പറയുന്ന ഒരു രംഗം കൂടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതൊരു ചിത്രം വരയ്ക്കണം അല്ലെങ്കിൽ അതൊരു ശില്പം ചെയ്യണം എന്ന് എനിക്ക് ആ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു. അപ്പോൾ ഉടനെ വീട്ടിലെപ്പോഴും ക്ലേ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കാരണം, ക്ലേ വർക്കാണ്, ആർട്ടിസ്റ്റ് വർക്കാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ ക്ലേ വീട്ടിലെപ്പോഴും ഉള്ള കാരണം ഞാൻ അതെടുത്ത് ഒരു മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇത് ചെയ്യാൻ കാരണം. ആ ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച ആളെ പിന്നീട് നേരിട്ട് കാണാനൊക്കെ സാധിച്ചില്ലേ? തീർച്ചയായിട്ടും. ആ ദൃശ്യം നമ്മളിലേക്ക് എത്തിച്ച ഫൈസലിക്ക, ആള് ഈ ദൃശ്യം എൻ്റെ ഒരു വീഡിയോ കണ്ടതോടൊപ്പം തന്നെ ആളെന്നെ അപ്പം തന്നെ രാത്രി എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ഇത് കണ്ടതിൽ. ആ ഒരു വിഷ്വൽ ആൾ ചെയ്തെങ്കിലും അതിനെ പുനരാവിഷ്കരിച്ച് ഒരു ക്ലേയിൽ ഇങ്ങനെ ഒരു ശില്പം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ മനസ്സിന് തട്ടുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ എല്ലാ സൗഹൃദം പുതുക്കിയിട്ട് ആള് പോയത്. പിന്നീട് ആന അങ്ങനെ ഈ ഒരു ശില്പം ചെയ്യുമ്പോഴും ആന രക്ഷപ്പെടണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ശില്പം ചെയ്തതും. പിന്നെ ഇത്തരത്തിലെ ആളുകളെല്ലാവരും ആ ഒരു ആനയുടെ ഒരു അവസ്ഥ ഏറ്റെടുത്ത കാരണം, അത്തരം ഒരു കാരണമാണ് ഈ ആനയെ ഇത്രയധികം ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞതും. പക്ഷെ നിർഭാഗ്യവശാൽ ആന ചെരിഞ്ഞു. അതിൽ ദുഃഖമുണ്ട്.